നമ്മള് ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഒരു ഗ്രാമം നോക്കിയേ, തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒരു ഗ്രാമം നോക്കിയേ, എന്ത് ഭംഗിയാ നോക്കിയേ, അടിപൊളിയല്ലേ? കണ്ടോ, ഫുള്ള് തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൊരു ഗ്രാമം. അത് നോക്കിയേ, വാവ്, സൂപ്പർ ട്ടോ. അടിപൊളിയല്ലേ? എന്ത് ഭംഗിയായിരിക്കും ഇവിടെയൊക്കെ താമസിക്കാല്ലേ? കണ്ടോ, വില്ലകളുണ്ട് അതിന് മുകളില്. നല്ല ഭംഗിയില്ലായി. നമ്മളെ കൂടല്ലൂരിന് ഊട്ടിയിലേക്ക് പോകുമ്പോൾ കാഴ്ചകളാട്ടോ അതൊക്കെ. ഊട്ടിലേക്ക് പോകുമ്പോൾ തമിഴ്നാട്ടിലെ ഓരോരോ ഗ്രാമങ്ങളാട്ടോ. അവിടെയൊക്കെ കൃഷി സ്ഥലങ്ങളാട്ടോ. കൃഷി തേയിലുണ്ട്, അല്ലാത്ത കൃഷികളുണ്ട്. ചോളുണ്ട്, ക്യാരറ്റ് ഉണ്ട്. ഊട്ടിക്കുള്ള ബസ് പോകുന്നുണ്ടോ, തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്. ഗ്രാമങ്ങളാട്ടത്. ആ കാണുന്ന ഊട്ടിയാണ്. ഊട്ടിക്ക് പോകുന്ന, ഊട്ടി എത്തേണ്ട, ഊട്ടി എത്തുന്നതിന് മുന്നുള്ള, ഊട്ടിക്ക് പോകുമ്പോഴുള്ള ഓരോ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളാട്ടോ. എന്നൊക്കെ ഇതുണ്ടോ, അവിടെയൊക്കെ കൃഷികളുണ്ട് കേട്ടോ. തേയില, ക്യാരറ്റ്, ചോളം, അവിടെ കംപ്ലീറ്റ് കൃഷിപ്പാടങ്ങളാണ്. ഓക്കെ, എന്ത് ഭംഗിയാണെന്നറിയാം കാണുമ്പോൾ. ക്യാമറയിൽ അത്ര എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിലും ഇവിടുന്ന് കാണാൻ ഭയങ്കര, നമുക്ക് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. ആ കൃഷിപ്പാടങ്ങൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ തേയിലകളും ഉണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ കൃഷികളാട്ടോ. എന്ത് കൃഷിയാണെന്നറിയില്ല. മിക്കവാറും ക്യാരറ്റ് ആവുന്നത് അവിടെയൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ ചെരിവുകളാണ്, കുന്നിൻ ചെരിവുകളാണ്. ഈ കുന്നിൻ ചെരിവുകളിലാണ് കൃഷികൾ. അതേപോലെ ഇവിടെ തട്ടായിട്ട് കണ്ടോ കൃഷി ചെയ്തിരിക്കുന്നുണ്ടോ. ഓരോ ചെറിയ ചെറിയ തട്ടായിട്ട് നമ്മൾ പണ്ട് കയ്യാല കെട്ടി ഇങ്ങനെ തിരിക്കില്ല, അതേപോലെ നല്ല ഭംഗിയാട്ടോ കാണാൻ. കണ്ടോ, സൂപ്പറല്ലേ? അപ്പോൾ തമിഴ്നാട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി കേട്ടോ. ഊട്ടി പോകുമ്പോൾ മറ്റേ ഗുണ്ടൽപേട്ട വഴി പോവുകയാണെങ്കിലും കാണാം കൃഷിപ്പാടങ്ങൾ.
അപ്പോൾ ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിക്ക് പോകുന്ന റൂട്ടിലുള്ള കാഴ്ചകളാണ് അതൊക്കെ. ഇതുണ്ടോ മരത്തിൻ്റെ മുകളിൽ പൂക്കളുണ്ട്. അതൊന്ന് മരമെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ. അത് അങ്ങനെ പൂത്തിരിക്കുന്നുണ്ട്. അത് കണ്ടോ, മഞ്ഞ പൂക്കൾ കാണുന്നില്ലേ? ഉണ്ടോ അവിടെ പാടത്ത് പണിയെടുക്കുന്നുണ്ടോ? ഓ അതവിടെ ലോങ് ഉണ്ടോ? അവിടെയൊക്കെ ഇതാക്കുന്ന ഭൂമി ഇതാ റെഡിയാക്കിയിടുന്നത്. അത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഓരോ തട്ടായിട്ട് മാറ്റിയിട്ട് ഇരിക്കുന്നുണ്ടോ? ഇവിടെ നോക്കിയേ. ഓക്കെ, വാവ്, ഓക്കെ, നല്ല രസമല്ലേ? അതൊക്കെ പണി നടന്നുകൊണ്ട് കേട്ടോ. ഇവിടുത്തെ വീടുകൾ കണ്ടോ? ആ കൃഷിപ്പാടത്തിനുള്ളിലൊക്കെ ഇങ്ങനെ വീടുകളുണ്ടാവും കേട്ടോ. ഗ്രാമങ്ങളാട്ടോ അതൊക്കെ. അടക്കുള്ള പച്ചക്കറി തോട്ടങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഒരു വീട് കണ്ടോ? ഇവിടെ കണ്ടോ? ഇതൊക്കെ കൃഷിക്കാർക്ക് അവിടെ കൃഷി നോക്കാനും താമസിക്കാനും ഒക്കെ ഉള്ള ഇവിടെയൊക്കെ താമസക്കാരുണ്ടാവും. ഫാമിലിയായിട്ട് താമസിക്കും, ഇവിടെ വന്ന് കൃഷി ചെയ്യും. ഇതുണ്ടോ അങ്ങനെ ചെറിയ ചെറിയ കുന്നിൻ ചെരുവുകളാട്ടോ. ഈ കുന്നിൻ ചെരുവുകളിലാണ് കംപ്ലീറ്റ് ഇവർ കൃഷി ചെയ്യുന്നത്. ഇതൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ ഇത് കാണാൻ? കേട്ടോ, ഇതങ്ങനെ പടർന്ന് കിടക്കുക കേട്ടോ. അതുകൊണ്ട് ഓരോ ഗ്രാമങ്ങൾ കണ്ടോ എന്ത് ഭംഗിയാ നോക്കിയേ. ഓരോ മലഞ്ചെരുവിൽ ഓരോ ഗ്രാമങ്ങൾ. ഓക്കെ, ഈ ഗ്രാമങ്ങൾ ഈ ഒരു മലഞ്ചെരുവിലാട്ടോ ഈ ഗ്രാമം. അതിനെ തൊട്ടടുത്ത് ബേക്കിലൊക്കെ തേയിലത്തോട്ടുണ്ട്. ഇവിടെ അതാ നോക്കിയേ, അവിടെ ക്യാരറ്റ്. ഇതിന് നടുക്കണ്ട ഒരു കുളം കണ്ടോ? ഓക്കെ, ഇതാണ് ക്യാരറ്റിൻ തോട്ടം. അങ്ങനെ അടിപൊളിയല്ലേ? നോക്കി ഈ ഏരിയ മുഴുവൻ ക്യാരറ്റ് ആട്ടോ. കണ്ടോ എന്ത് ഭംഗിയാ നോക്കിയാൽ കാണാനില്ലേ? ഇത് ആ പച്ചപ്പ് കാണാൻ. നടുക്കൊരു കുളം. ഓക്കെ, അയ്യോ തൊട്ടടുത്ത ഒരു ഗ്രാമം കണ്ടോ? ക്യാരറ്റ് തൊട്ടാട്ടോ. ക്യാരറ്റ് പറിക്കുന്നതാണ് കണ്ടോ. ഇവിടെ ഒരുപാട് പണിക്കാരുണ്ട് ക്യാരറ്റ് പറിക്കുന്നത്. നോക്കിയേ, കണ്ടോ അതിങ്ങനെ പറിച്ചിടുന്നു. പിന്നെ അത് കഴുകി വൃത്തിയാക്കുന്നു. കണ്ടോ ഇങ്ങനെ കൊത്തി കൊത്തി എടുക്കാതെ ചെറിയൊരു വിക്കാസ് പോലുള്ള ഇതുകൊണ്ട് കണ്ടോ. ഇതുണ്ടോ അങ്ങനെ കൊത്തി കൊത്തി കേട്ടോ. ഇതുണ്ടോ അത് കൊത്തി കൊത്തി രണ്ട് ഏതള പോലുള്ള ഇതുകൊണ്ട് കണ്ടോ. അതിങ്ങനെ കൊത്തി കൊത്തി എടുക്കുക കേട്ടോ. കണ്ടോ നോക്കിയേ, ഓരോ കൂട്ടം കൂട്ടായിട്ട് കണ്ടോ. അയ്യോ നോക്കിയേ, അങ്ങ് ആ മല അവിടെയൊക്കെ ഇതട്ടോ. മുകളിലോട്ടൊക്കെ തേയിലാണ്, ഇവിടെയൊക്കെ ക്യാരറ്റ്. ഇത് നോക്കിയേ എന്ത് ഭംഗിയാ നോക്കിയേ. അടിപൊളിയല്ലേ? സൂപ്പറായിട്ടോ. ഒരുപാട് പേരുണ്ട് കേട്ടോ. അവിടെ ഇതാക്കുന്നവർ അതിൻ്റെ ഇത് കളയാട്ടോ. ആ പുല്ല് കളഞ്ഞിട്ട് ക്യാരറ്റ് സെപ്പറേറ്റ് ആക്കാം. കണ്ടോ, ഒരാളത് കൊത്തിയിടുന്നു, മറ്റൊരാൾ അത് എടുത്തിട്ട് അത് പൊട്ടിച്ചിട്ട് അത് വേറെ ആക്കുന്നു. കാരണം അതിൻ്റെ ഒരു പുല്ല് മുകളിലോട്ട് ഉണ്ടാവും. അത് വേറെ ആക്കിയിട്ട് ക്യാരറ്റ് വേറെ ആക്കും കേട്ടോ. ഇത് നോക്കിയേ, ഇത് നോക്കിയേ, ഇത് നോക്കിയേ. അവിടെയൊക്കെ വീടുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ. അതായത് ഏരി മൊത്തം ഇതാട്ടോ. ബംഗ്ലാവാണ്. ബംഗ്ലാവാണോ? പന്നി വരുന്ന ആറ്റുക നിൽക്കണോല. ഇതാണ് പഴയ കാലത്തെ വീടുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു മതി. ഇത് പഴയതാട്ടോ. ഇപ്പോൾ ഉപയോഗിക്കുന്നൊന്നുമില്ല. ഇതിങ്ങനെ പഴയ കാല ഒരു വീടാണ്. ഇത് ഓട് മേഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ പുല്ലുകൊണ്ട് ഇതാക്കും കേട്ടോ. പിന്നെ താഴ് ഭിത്തി നോക്കി, ചുമര് നോക്കിയേ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. നോക്കിയേ, ഇതരം വരച്ചിലൊക്കെ പോലെ അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചളി ചെറിയ കല്ലുകളും വെച്ചിട്ട് ചെയ്തത്. ഓക്കെ, ഇതൊക്കെ കേട്ടോ ഇവിടുത്തെ വീടിൻ്റെ. ഇങ്ങനായിരുന്നു പണ്ട് കാലത്തൊക്കെ വീടുണ്ടാക്കിയത്. ഫുള്ള് മണ്ണാട്ടോ, മണ്ണും കല്ലും. എന്നിട്ട് വരച്ചിൽ പോലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് അതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടാ.
ഇതിപ്പോൾ ഒഴിവാക്കിയതാണെന്ന് തോന്നുന്നു, ഉപയോഗിക്കുന്നില്ലാന്ന് തോന്നുന്നു. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് കേട്ടോ. ഇത്ര ഹൈറ്റേ ഉള്ളായിരുന്നു കേട്ടോ. ഡോറൊക്കെ നോക്കിയേ, ചെറിയൊരു ഡോറ്, ഫ്രണ്ടിലിരിക്കാനുള്ള ചെറിയൊരു തിണയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു കട, ടീ കടാണ്. അത് ഫുള്ള് തകരം കൊണ്ടാട്ടോ. അതിൻ്റെ ഇപ്പുറത്താണ് ഈ വീടുള്ളത്. ഇതിൻ്റെ ബേക്കിൽ നല്ല വീടുണ്ടോ, അപ്പോൾ അതുപോലെ നമ്മളെ ടെറസിട്ടൊരു വീടുണ്ട്. പക്ഷെ ഇത് പണ്ട് കാലത്തുള്ള വീടാണ്. ഈ ടീ കട അതേപോലെ കണ്ടോ, കംപ്ലീറ്റ് തകരാട്ടോ. നമ്മളെ എണ്ണ ടിന്നില്ലേ, അതേപോലെ ടിന്ന് ഓപ്പൺ ചെയ്തിട്ട് കൊണ്ട ഒരു കടയാണത്. പട്ടി കാവലൊന്നും പട്ടി കുറച്ച് അലമ്പാക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ ഗ്യാപ്പ് തോട്ടം, ഇതുണ്ട് ഓരോ കെട്ടി ഓരോ തട്ടായിട്ട് കേട്ടോ. അല്ലേ, നമ്മളോട്ട് ഓരോ തട്ടായിട്ടാണ് സംഭവം പോകുന്നത്. ഇതുണ്ടോ ഇവിടെ ഒരു ചെറിയൊരു കുടിലുണ്ടോ, ഇതുണ്ടോ, ഇതുണ്ടോ, മുകളിലോട്ട് നോക്കിയേ, ഓരോ തട്ടായിട്ട് കണ്ടോ. നല്ല ഭംഗിയുണ്ടോ കാണാനത്. ഇത് കണ്ടോ, ഇവിടെ എല്ലാ കൃഷി സ്ഥലത്തും കണ്ടോ ഓരോ കുളങ്ങളുണ്ടാവും കേട്ടോ. ആ കൃഷിക്ക് വേണ്ട വെള്ളം ഇവിടുന്ന് തന്നെ കൊണ്ടുപോകുക. ഇവിടുന്ന് തന്നെ മുകളിലോട്ടൊക്കെ പിന്നെ പമ്പ് ചെയ്ത് കൊണ്ടുപോകും. ഇതുണ്ടോ, നോക്കിയേ, നല്ല ഭംഗിയല്ലേ അത് കാണാൻ. ഇങ്ങനെ തട്ടായിട്ടൊരു മല നോക്കിയേ. ഇതുണ്ടോ, പണിയുടെ ഇടയ്ക്ക് പിന്നെ പണിക്കാർക്ക് വിശ്രമിക്കാനുള്ളൊരു ചെറിയൊരു കുടില് ഉണ്ടോ. നോക്കിയേ, നല്ല രസമല്ലേ അത്. നമ്മുടെ പഴയ ടാറ്റ ഉണ്ടോ, ടാറ്റിന്റെ വണ്ടി ഉണ്ടോ, പഴയ ലോറി. പണ്ടൊക്കെ നമ്മളവിടെയൊക്കെ മരം മുറിച്ച് കഴിഞ്ഞാൽ വരലില്ലായിരുന്നുണ്ടോ, സിറാജ്. ഓക്കെ, നോക്കിയേ, പഴയ ലോറി കണ്ടോ, നമ്മുടെ ടാറ്റ നോക്കിയേ. ഇതുണ്ടോ മോളില് സിറാജ് എന്നാ പേര് എഴുതിയത്, നേരെ താഴെ തമിഴ് എഴുതിയത് നോക്കിയേ, ഷമീമ. നോക്കിയേ, പഴയ വണ്ടി കേട്ടോ. ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നില്ലേ നമുക്ക്. പണ്ട് നമ്മളവിടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ റബ്ബർ മുറിച്ച് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ വരുന്നത് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരുന്നു.